ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു ഫിഷ് മാർക്കറ്റാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. കൽബയിലുള്ളൊരു ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് ഇന്നത്തെ വർക്കിന് ആവശ്യമായിട്ടുള്ളൊരു കിടിലൻ ഐറ്റം കിട്ടിയത് കേട്ടോ. എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഫിഷ് മാർക്കറ്റാണ് തെളിയിക്കാൻ ഞാൻ കുറച്ച് മീനൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം നോർമലി കാണുന്ന ആൾക്കാരൊന്നും ഇതൊന്നും വിശ്വസിക്കൂല കേട്ടോ. കാരണം ഞാനും ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറം കണ്ടപ്പോൾ ഞാനെന്തോ പാലസൊക്കെയാണ് വിചാരിച്ചത്. അത്രയ്ക്ക് സെറ്റപ്പിലാണ് അവർ പണിത് വെച്ചത്. ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ അതിൻ്റെ ഫ്രണ്ട് പോർഷനും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മൈസൂരൊക്കെ ടൂർ പോയ ഒരു ലുക്കില്ലേ, ആ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത്, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ മോളുണ്ട്, അവളിതൊക്കെ കണ്ടാകെ വണ്ടറടിച്ച് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ വഴക്ക് കിട്ടിയപ്പോൾ പിണങ്ങിയിരിക്കുവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഫുൾ ഓടിക്കളിയായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതെന്താ മനസ്സിലായോ? മുരിങ്ങയാണ്. മുരിങ്ങേൻ്റെ ഇലയും അതുപോലെ ഇല കുറവാണ്, മുരിങ്ങക്കായും പൂവൊക്കെ ആയിട്ടുണ്ടായതാണ്. അപ്പോൾ കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് വിടുന്നതിന് മുന്നെയാണ് എനിക്കിതാ ഈ ഒരു ഐറ്റം എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുന്ന ഞാൻ ഇതും പെറുക്കി വീട്ടിലേക്ക് വന്നു. അപ്പോൾ എന്താ മനസ്സിലായോ? മുരിങ്ങക്കായ ഉണങ്ങി അതിൻ്റെ തൊണ്ട് ഇങ്ങനെ താഴെ കുറേ വീണിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. ഇനി ഇതും വെറുതെ വിടൂലേ ചേച്ചി എന്ന് ചോദിക്കുന്നവരോട് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കടന്നാലോ. അപ്പോൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് പാത്രം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പർപ്പസ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു പെൻസിലൊന്നും നോക്കിയിട്ട് സമയം കളയാതിരുന്നത് കേട്ടോ. കയ്യിൽ കിട്ടിയ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഞാൻ അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ നീളത്തം പീസാണ്. അത് നല്ല രീതിയിൽ ഫ്ലെക്സിബിളാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി നമുക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഒരു കുപ്പി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഒന്നും കൂടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു മെത്തേഡായിരുന്നു. വെയ്റ്റ്ലെസ് ആണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വേണ്ട, സർപ്രൈസ് ഇപ്പോഴും തന്നെ പൊളിക്കുന്നില്ല. നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അത് റോൾ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ ക്യാമറേൻ്റെ അവിടുന്ന് ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ പ്ലഗ് എന്ന് പറയുന്നത് ഏതോ ഒരു ഹുദാമിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത്ത് എത്തുന്നില്ല. എക്സ്റ്റൻഷൻ ആണെങ്കിൽ നോക്കിയിട്ടും കാണുന്നില്ല. അവസാനം ഒരു മൂലക്ക് വന്നിരുന്നിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടിക്കുന്ന ടൈമിൽ കുറേയൊക്കെ നമ്മുടെ ഒരു ആംഗിൾ മാറി ഒരു മൂലക്കേക്ക് പോയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഒരു ലെങ്ത്തൊക്കെ ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിരുന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു തൊണ്ടിൻ്റെ ഗ്ലേസിങ് ആയിട്ടുള്ളൊരു പോർഷൻ കണ്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു കംപ്ലീറ്റ് ഒട്ടിച്ച് വന്നപ്പോൾ. അപ്പോൾ ഏകദേശം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പോർഷനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം കട്ട് ചെയ്യുക. അഡീഷണൽ വരുന്ന പീസസ് ഇനിയും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഇതൊക്കെ നാട്ടിലുള്ളവർക്ക് അറിയായിരിക്കും. ഈ ഒരു തൊണ്ടൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ എത്രയും വെയ്റ്റ്ലെസ് ആണെന്നുള്ളത്. വീട്ടിലുള്ളവരൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ കത്തിക്കാനൊക്കെ എടുക്കും. കത്തി നിൽക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് അത് ആളിക്കത്തി അങ്ങ് തീർന്നു പോവും. അപ്പോൾ ഒരു വിറകായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. കാരണം അത്രയും നല്ല രീതിയിൽ നമുക്കിത് കത്തിക്കാൻ പറ്റും. ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു മുരിങ്ങ വിത്ത് പാകിക്കഴിഞ്ഞാൽ അത് മുളക്കുന്നില്ലത് അറിയില്ല. നമുക്കിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അഡീഷണൽ കട്ട് ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനുള്ള ഐറ്റം ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ബാസ്ക്കറ്റ് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച് വരുമ്പം തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ഒരു ഞാൻ എന്തെങ്കിലുമൊക്കെ കളറൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കി എടുക്കണം എന്നാണ് കരുതിയത്. പക്ഷെ പിന്നീട് തോന്നി ആ ഒരു ഗ്ലേസിങ് ഉള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട്, അത് നശിപ്പിച്ചെടുക്കേണ്ടതാണ്. അത് നിങ്ങൾക്കിനി എന്ത് തോന്നുന്നില്ലതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കാർഡ്ബോർഡ് ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊരു ബെൽറ്റ് പോലെ 2 റിങ്ങായിട്ട് നമുക്കൊന്ന് അതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം.
നമ്മൾ ഒട്ടിച്ചതൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ ട്രഡീഷണൽ ഒരു പറയൻ്റെ ഒക്കെ ലുക്കില്ലേ, അതൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ നമുക്കൊരു നല്ലൊരു സെറ്റ് സാധനം അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ കാർഡ്ബോർഡ് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ നമ്മളൊരു ബെൽറ്റ് പോലെ കൊടുത്തു. അങ്ങനെ 2 എണ്ണം കൊടുത്തു കേട്ടോ, കുറച്ച് മുകളിലായിട്ടും കുറച്ച് താഴെയായിട്ടും. അപ്പോൾ നല്ല നീളത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ 2 പീസ് ജോയിൻ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ ചെരിഞ്ഞൊന്നും പോവാണ്ട് ഒട്ടിച്ചെടുക്കണം, അതൊറ്റ ലൈനിൽ തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ 2 എണ്ണം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്, ഒരു അൽഗുലത്ത് പണിയും കൂടി നമുക്കിതിൽ ചെയ്യണം. എന്താ വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് ഗ്ലൂ ഗണ്ണിൻ്റെ ഡ്രോപ്സ് നമുക്ക് ഈ ഒരു ഒട്ടിച്ചെടുത്തിട്ടുള്ള ലൈൻസിൽ ഉണ്ടാക്കിയെടുക്കണം. അതെന്തിനാന്നുള്ളത് ഞങ്ങൾക്ക് പെയിൻ്റൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സ് നമ്മൾ രണ്ടിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. 2ൽ ചെയ്തു എന്ന് പറയുമ്പോൾ 2 എണ്ണത്തിൻ്റെ മുകളിൽ കൊടുത്ത ഓരോ ഡ്രോപ്സിൻ്റെയും മിഡിലായിട്ട് വരുന്ന രീതിയിലാണ് താഴെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിഷ്ടം പോലെ ചെയ്തു. അപ്പോൾ ഇതിനി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഗ്ലൂ ഗണ്ണ് തേച്ചിട്ടൊന്ന് കോൺ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് കളയരുതെന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടിലേക്ക് പറ്റുന്ന രീതിയിൽ ഒരു അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഐഡിയയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം മണി പ്ലാന്റൊക്കെയാണ് വെക്കാൻ ഇഷ്ടമെങ്കിൽ അതൊക്കെ വെച്ചാലും മതി, കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കാർഡ്ബോർഡിൻ്റെ സ്ഥാനത്ത് നോർമൽ എന്തെങ്കിലും പോട്ട് യൂസ് ചെയ്യുക. അതിന് ലീക്കൊന്നും ഇല്ലാത്തൊരു പോട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വശത്ത് ഈ ഒരു മുരിങ്ങാക്കായുടെ ഈ ഒരു ഉണങ്ങിയ പോർഷൻ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ചെടി നടാൻ സോയിലൊക്കെ മണ്ണൊക്കെ നിറച്ചിട്ട് നടന്നതിന് ഒരു കുഴപ്പമുണ്ടാവില്ല. നോർമൽ കാർഡ്ബോർഡിലേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാമല്ലോ, അത് ദ്രവിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നോർമൽ ഡെക്കോർ പർപ്പസ് മാത്രമാണ്. പിന്നെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണിൻ്റെ പോട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനി ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മനോഹരൻ്റെ ഐഡിയയിൽ ഇതിനിങ്ങനെ കളറൊന്നും ചെയ്യാണ്ട് തന്നെ വെക്കുന്നത് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണുന്ന ഇനി എൻ്റെ കൂട്ടുകാരുടെ മൈൻഡിൽ എന്താണ് തോന്നിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഗ്രീൻ കൊടുക്കാതിരുന്നതിന് കാരണം എന്താ വെച്ചാൽ എല്ലാം നമ്മൾ ഗ്രീൻ ഒരു ചെടി എന്നുള്ള രീതിയിലല്ലേ കാണുന്നത്. അതല്ല, ഒരു ഡെക്കോർ മാത്രമായിട്ട് കാണണം എന്നുള്ളൊരു രീതിയിലാണ് ഇത് ജസ്റ്റ് ഒരു ഷെയ്ഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു കളർ കൊടുത്തത്, ഒരു അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി അത് പാളിപ്പോയോ ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിന് ഇതുപോലെ മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ക്രൂവിൻ്റെ ആണീൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫൈനൽ ലുക്ക് കാണണ്ടേ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അതിൻ്റെ ഓപ്പൺ സ്പേസിൽ കുറച്ചും കൂടി കാർഡ്ബോർഡൊക്കെ ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടും. എൻ്റെ അടുത്ത് കാർഡ്ബോർഡ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ? എന്തായാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ടായ ഒരു വർക്കാണ്. വെറുതെ ചുമ്മാ കളഞ്ഞിട്ടുണ്ടായ ഒരു ഐറ്റം ആയിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡെക്കോർ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ഒരു ബ്ലൂ ഹാർട്ട് എങ്കിലും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് പെട്ടെന്ന് ലൈക്കും കൂടി ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, സീ യു, ടേക്ക് കെയർ.